ഇത് ഏതോ പിന്നെ ഉസ്താദന്മാരുടെ ചികിത്സയാണോ അല്ലെങ്കിൽ ഇത് പണ്ട് എന്നോട് മന്ത്രവാദം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരു കാലത്ത് ഡോക്ടർക്ക് രോഗം മനസ്സിലാഞ്ഞിട്ട് MRI എടുപ്പിച്ചു. ആ മനസ്സിലാകാത്തത് ആരെ തകരാറാ? ഡോക്ടറുടേതാണോ രോഗിൻ്റെതാണോ? പക്ഷെ ജനങ്ങളിൽ ഇത് വേണ്ട രീതിയിൽ എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാരണത്താലായിരിക്കാം ഇന്നും ഇത് മറ്റ് ആൾക്കാരിലേക്ക് ഇത് വേണ്ട രീതിയിൽ പ്രചരിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഇതിനെ കാണുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ കൂടി, ആ അപ്രോച്ചിൽ കൂടിയാണ് നമ്മൾ രോഗികളെ ചികിത്സിക്കുന്നത്. ആ സമയത്ത് ബ്ലഡ് എടുത്ത് കഴിയുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ബെനിഫിറ്റ് കിട്ടും പല രോഗങ്ങൾക്കും. വാട്ടർ റിട്ടൻഷനാണ്. വാട്ടർ റിട്ടൻഷനാണ് തടി കൂടുന്നത്, വാട്ടർ റിട്ടൻഷനാണ് പെയിന് കൂടുന്നത്, വാട്ടർ റിട്ടൻഷനാണ് മെറ്റബോളിക് ഡിസോർഡർ വരുന്നത്, വാട്ടർ റിട്ടൻഷനാണ് ഡയബറ്റിക് വരുന്നത്, വാട്ടർ റിട്ടൻഷനാണ് ഹൈപ്പർ ടെൻഷൻ വരുന്നത്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. വിഷമം, തലവേദനക്ക് വിഷമം, ഉറക്കില്ല, അത് വിഷമങ്ങൾ. പക്ഷേ ഈ വിഷമങ്ങളെ പിന്നിൽ രോഗം ഉണ്ടാവും. അതാണ് യഥാർത്ഥ ചികിത്സ. പല രോഗികളും സാർ എനിക്ക് തുമ്മൽ അലർജി ഉണ്ട്, അപ്പം ഞാൻ പറയുന്നത് ഫസ്റ്റ് ടൈമാണ് യോഗയിൽ പോകണം. യെസ്, നിങ്ങൾ അവിടെ മരുന്നുമായിട്ട് പോകും, പക്ഷെ അവിടെ എത്താൻ രോഗം ഉണ്ടാവില്ല. നമസ്കാരം. ഇന്ന് നമ്മുടെ ഒപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്. യുനാനി ചികിത്സയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു ഡോക്ടർ. ഡോക്ടറുടെ പ്രത്യേകത, കേരളത്തിൽ ആദ്യമായിട്ട് യുനാനിയിൽ ബിരുദം നേടിയിട്ടുള്ള ഡോക്ടറാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ യുനാനി ചികിത്സയിൽ എമോയിഡ് സർട്ടിഫിക്കറ്റും നേടിയിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ അജ്മൽ. ഡോക്ടർ അജ്മലാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് ചേരുന്നത്. ഡോക്ടർ, സ്വാഗതം. അപ്പോൾ നമുക്ക് യുനാനി ചികിത്സ എങ്ങനെയാണ്, ഇതിന്റെ രീതികൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് അറിയാം. ആദ്യം തന്നെ ഡോക്ടറോട് ചോദിക്കാനുള്ളത്, എന്താണ് യുനാനി ചികിത്സ, അതിന്റെ രീതികൾ എങ്ങനെയാണ്, ഏതൊക്കെ രോഗങ്ങൾക്ക് നമുക്ക് യുനാനി ചികിത്സ നേടാം? നമുക്കൊക്കെ അറിയാം, യുനാനി എന്ന് പറയുന്നത് ബേസിക്കലി ലോകത്ത് ഒരുപാട് ചികിത്സാ പദ്ധതികളുണ്ട്. ആയുർവേദം, അലോപ്പതി, സിദ്ധ, യോഗ, ഒരുപാട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO അംഗീകരിച്ച് തന്നെ ഒരുപാട് ചികിത്സാ പദ്ധതികളുള്ള ഒരു പദ്ധതിയാണ് യുനാനി ചികിത്സാ പദ്ധതി. ആ വേർഡ് യുനാനി എന്ന് പറയുന്നത് ബേസിക്കലി യവന സംസ്കാരം. യവന എന്ന് പറഞ്ഞാൽ യുനാൻ, നമ്മൾ പണ്ട് ഗ്രീക്കുകാർക്ക് പറ്റി പറയുന്നത്. ലോകത്തെല്ലാ സയൻസിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ശ്രീകോവിൽ അല്ലെങ്കിൽ മെക്ക അല്ലെങ്കിൽ ഈറ്റിൽ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സയൻസിൻ്റെയും ശാസ്ത്രത്തിൻ്റെ അടിത്തറപ്പാകിയത് ഗ്രീക്കുകാരായിരുന്നു. ഇന്നൊക്കെ നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വാക്കുകളും ഗ്രീക്ക് വാക്കുകളാണ്. അപ്പം യവന സംസ്കാരത്തിൻ്റെ ഒരു സംഭാവനയാണ് യുനാനി. ആ പേരിൽ അധിഷ്ഠിതമാണ് വൈദ്യശാസ്ത്രം യുനാനി എന്ന് പറയുന്നത്. അതിന് വളരെയധികം തെളിവുകൾ, നമുക്ക് പഴയ തെളിവുകൾ എന്ന് പറയുന്നത് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ, അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വാക്കുകളും ഇന്നും യുനാനി വാക്കുകളാണ്. ഇപ്പം അനാട്ടമി ഉപയോഗിക്കുന്ന പല വാക്കുകളും, ഇപ്പം ഗൈനക്കോളജിയോ അല്ലെങ്കിൽ യൂട്രസ്, അനാട്ടമിയിൽ ഉപയോഗിക്കുന്ന യൂട്രസ്, എല്ലാ വാക്കുകളും യുനാനിയുടെ ടെർമിനോളജിയിലാണ് ഇന്നും അത് ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഈ വാക്ക് അല്ലെങ്കിൽ യുനാനി എന്നുള്ള വാക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 55ഓളം യുനാനി മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിച്ചു വരുന്നു. അതിൽ ഏകദേശം 30-40ഓളം കോളേജുകളിൽ ഇതിൻ്റെ PG, MD സ്പെഷ്യലൈസേഷൻ നടന്നു വരുന്നുണ്ട്. പക്ഷേ ജനങ്ങളിൽ ഇത് വേണ്ട രീതിയിൽ എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാരണത്താലായിരിക്കാം ഇന്നും ഇത് മറ്റ് ആൾക്കാരിലേക്ക് ഇത് വേണ്ട രീതിയിൽ പ്രചരിച്ചിട്ടില്ല. അപ്പോൾ കൂടുതൽ ആളുകളും ഏത് രീതിയിലുള്ള അസുഖങ്ങൾക്കാണ് യുനാനി ചികിത്സ ഇപ്പോൾ ഓപ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത്? രോഗ ചികിത്സയേക്കാൾ നേരത്തെ യുനാനിയിൽ രോഗപ്രതിരോധത്തിനാണ് കൂടുതൽ പ്രാധാന്യം നടത്തുന്നത്. അതായത് രോഗം എങ്ങനെ വരാതെ സൂക്ഷിക്കുക എന്നുള്ള ഒരു പദ്ധതി, അതായത് ഒരു പ്രിൻസിപ്പിളാണ്. രണ്ടാമത്തത് എല്ലാ രോഗങ്ങൾക്കും ഉദ്ദേശിച്ചത് ജലദോഷം മുതൽ ക്യാൻസർ വരെ രോഗങ്ങൾക്ക് വ്യവസ്ഥാപിതമായിട്ട് അത് വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളൊരു ചികിത്സാ പദ്ധതി വ്യക്തമായ രീതിയിൽ നമ്മുടെ ശാസ്ത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, യുനാനി വൈദ്യശാസ്ത്രത്തിൽ. അതുപോലെ ഡോക്ടർ നമ്മുടെ കോഴിക്കോട് ഒരു മെഡിക്കൽ കോളേജ് അല്ലേ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ നടത്തുന്നുണ്ട്. അവിടുത്തെ മെയിൻ വ്യക്തി കൂടിയാണ്. അപ്പോൾ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ സ്പെഷ്യലൈസേഷൻസ് ഈ യുനാനി ചികിത്സയിൽ നമുക്കറിയാം, മറ്റേ ആയുർവേദം ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പോൾ യുനാനിയിൽ അങ്ങനെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ടോ? യുനാനിയിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിലും സ്പെഷ്യലൈസേഷൻ അല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ആസ് എ ഹോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് കാണുന്നത്. പാർട്ട് വൈസ്, അതായത് നമ്മൾ വീതം വെച്ച് ചികിത്സിക്കുക എന്നുള്ളതാണല്ലോ സൂപ്പർ സ്പെഷ്യൽ ഉദ്ദേശിക്കുന്ന പച്ച മലയാളം. ഇത് വൈദ്യശാസ്ത്രം ഒരുപാട് ദോഷവശങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു വൈരുദ്ധ്യം തോന്നാൻ ചിലപ്പോൾ. ഒരു മരത്തെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ
ആ മരത്തെ നമ്മൾ ഹോളായിട്ട് ഒരു 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 കെയർ ചെയ്യും. അതിനെ നമ്മൾ കൊമ്പായിട്ടും ഇലയായിട്ടും നമ്മൾ സ്റ്റഡി പർപ്പസിന് ചെയ്ത് അതിനെ മാനേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെടി ഉണങ്ങിപ്പോകും. ഇതേപോലെ നമ്മുടെ സിസ്റ്റത്തെ ഹോളായിട്ട് കണ്ടിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നതെങ്കിലും ഓരോ അവയവത്തിനും പ്രത്യേക ചികിത്സകളുണ്ട്. ഇപ്പോൾ ലിവർ കേടുവന്ന്, അല്ലെങ്കിൽ വയറ് കേടുവന്ന്, അല്ലെങ്കിൽ തല കേടുവന്ന്, അല്ലെങ്കിൽ മസിലുകൾ അപ്പോൾ അതിന് വ്യത്യസ്ത ചികിത്സകളുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ ഇതിനെ കാണുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ കൂടിയാണ്. ആ അപ്രോച്ചിൽ കൂടിയാണ് നമ്മൾ രോഗികളെ ചികിത്സിക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം ഒരു 20ഓളം മെഡിക്കൽ കോളേജിൽ MD, യുനാനിയിൽ MD ഉണ്ട്. അതിൽ MD മെഡിസിൻ, MD പീഡിയാട്രിക്സ്, MD ഗാനക്ക് സ്പെഷ്യലൈസേഷൻ ആണത്. സ്പെഷ്യലൈസേഷൻ്റെ ഒരു ഭാഗം കൂടി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പലർക്കുമുള്ള ഒരു സംശയമാണ്, ഇപ്പോൾ ആയുർവേദം എന്ന് പറയുമ്പോൾ നമുക്ക് മസാജ് ഉണ്ട്, കിഴിയുണ്ട്, കഷായമുണ്ട്, അരിഷ്ടമുണ്ട്, പല ഗുളികകളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ഹോമിയോ മരുന്നാണെങ്കിലും പറയാം മധുരമുള്ള കുഞ്ഞു 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 ഗുളികകളും അങ്ങനത്തെ പൊടികളും ഒക്കെ ഉണ്ട്. ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ കയ്പുള്ള ഗുളികകൾ, ആൻറ്റിബയോട്ടിക്. യുനാനിയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഇത് എങ്ങനെയാണ്, അതിലെ മരുന്നുകൾ എങ്ങനെയാണ്? നമ്മളെ യുനാനിൽ ട്രീറ്റ്മെൻറ്റ് വളരെ സ്പഷ്ടമായ ഒരു പ്രിൻസിപ്പിൾ വെച്ചത് എന്താ വെച്ചാൽ, ഒന്ന് കുറച്ച് ഭാഗങ്ങൾ ആയുർവേദത്തിലും കാണാം. അതിൽ ഒന്ന്, നിങ്ങൾ ഒരു രോഗിയായി തീരുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തുക. ഭക്ഷണത്തിൽ, ഉറക്കിൽ, ഇതൊക്കെ ചെറിയ മാറ്റം വരുത്തുക. ഇതുകൊണ്ട് നമ്മൾ രോഗം മാറിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ ചെറിയ ചെറിയ മെഡിസിനുകൾ, ഒറ്റമൂലി എന്ന് പറയുവാണെങ്കിൽ ചെറിയ ചെറിയ മരുന്നുകൾ ഉപയോഗിച്ച് രോഗത്തെ മാറ്റാൻ ശ്രമിക്കുക. അത് സെക്കൻഡ് സ്റ്റേജ് കൊണ്ട് മെഡിസിൻ രോഗം മാറിയിട്ടില്ലെങ്കിൽ കമ്പൗണ്ട് മെഡിസിൻ, നമ്മളിപ്പം ദശമൂലാരിഷ്ടം അല്ലെങ്കിൽ യുനാനിയിൽ പറയുന്ന നമ്മുടെ മെഡിസിനുകളൊക്കെ കമ്പൗണ്ട് മെഡിസിനുകളാണ്. തേർഡാണ് കമ്പൗണ്ട് മെഡിസിൻ. കമ്പൗണ്ട് മെഡിസിൻ കൊണ്ടും രോഗം മാറിയിട്ടില്ലെങ്കിൽ സർജിക്കൽ കേസ്, അല്ലെങ്കിൽ ഇലാജ് ബിൽ യദ് എന്ന് പറയും നമ്മുടെ ഭാഷയിൽ, കൈകൊണ്ടുള്ള ചികിത്സ. അപ്പോൾ സർജറി എന്ന് പറയുന്നത് ഒരു കാലത്ത് ആയുർവേദത്തിൽ യുനാനിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നു. പിന്നെയാണ് അത് മോഡേൺ മെഡിസിൻ അത് മോഡേണൈസ് ചെയ്ത് അവരെ ഉപയോഗിച്ച് വരുന്നത്. അപ്പം സർജറി അല്ലാത്ത ഭാഗങ്ങൾ, കൈകൊണ്ടുള്ള ചികിത്സകൾ പറയുന്നത് വെച്ചാൽ ഉദാഹരണം നമ്മളെ മസാജ്, ഇത്തരം ചികിത്സകളൊക്കെ ആ ഒരു പാട്ടിൽ വരുന്നതാണ്. അത് ഉപയോഗിച്ചിട്ടും ചികിത്സ നടത്തുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ പഞ്ചകർമ്മ എന്ന് പറയുന്ന ഞങ്ങളെ ഇലാജ് ബിൽ തദാബീർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മളെ യുനാനിയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് കപ്പിംഗ്, അതായത് കപ്പിംഗ് തെറാപ്പി, അതേപോലെ ഹിജാമ, കൊമ്പുവെക്കൽ. ഇതും ആയുർവേദത്തിലുള്ളൊരു സിസ്റ്റം തന്നെയാണെങ്കിലും ഈവൻ നമുക്കറിയാം ചൈനീസ് ട്രീറ്റ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കപ്പിംഗ്. ഈ അടുത്ത കാലത്ത് പല വേൾഡിലും പല ഒളിമ്പിക്സിലൊക്കെ വലിയ വലിയ വേൾഡ് ഫേമസ് അത്ലറ്റ്സിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ അടയാളങ്ങൾ കാണുകയാണ്. അപ്പോൾ ആൾക്കാർ ഇതെന്താ ഒരു ബ്ലാക്ക് സ്പോട്ട്, അത് കപ്പിങ്ങിൻ്റെ അടയാളമായിരുന്നു. അതേപോലെ ജാക്കിച്ചനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യം, മൂപ്പരെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ തട്ടും മുട്ടും കുത്തൊക്കെ ആയി വരുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ആൾ പെയിൻ ഉപയോഗിച്ചിരുന്നത് ലോക്കലൈസ്ഡ് ആളുടെ കപ്പിംഗ് തെറാപ്പികളായിരുന്നു. ഈ കപ്പിംഗ് തെറാപ്പി വളരെ കോമൺ ഉള്ള ഒരു കാരണം, കപ്പിംഗ് ആൻഡ് ഹിജാമ വളരെ കോമൺ ആണ്. ഇപ്പോൾ അതിനുള്ളൊരു കാരണം നമ്മളൊക്കെ മെഡിസിൻ കഴിച്ച് മടുത്തവരാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഒരാൾ പറയുകയാണ് നമുക്ക് മെഡിസിൻ ലെസ് എക്സ്പെൻസീവ് ആൻഡ് ലെസ് ഇൻവേസീവ്, നോൺ ഇൻവേസീവ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ നമുക്ക് ചെയ്യാം, പെട്ടെന്ന് റിസൾട്ട് കിട്ടുമ്പോൾ അത് പീപ്പിൾ ഓപ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് വളരെ കോമൺ ആയിട്ട് ഇതിന് അക്സെപ്റ്റൻസ് കൂടി. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈവൻ ഇമാറാത്തിൽ വരെ ഇതിന് അക്സെപ്റ്റൻസ് കൂടിയിട്ടുണ്ട്. കപ്പിംഗ് തെറാപ്പിക്ക് ഹിജാമ ആൻഡ് കപ്പിംഗ് തെറാപ്പി വളരെ എഫക്റ്റീവാണ്. കാരണം ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് നമുക്ക് മസാജ് ചെയ്ത് കഴിയാത്ത ചിലപ്പോൾ രോഗങ്ങൾ ഒരു വിത്തിൻ 3-4 ഡേയ്സിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണെങ്കിലും പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് കപ്പിംഗ് തെറാപ്പി അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്രത്തോളം ഏതൊക്കെ തരത്തിൽ, പലർക്കും സംശയമുണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള അസുഖത്തിനാണ് കപ്പിംഗ് ചെയ്യാൻ പറ്റുക. പനി വന്നാൽ കപ്പിംഗ് ചെയ്യാൻ പറ്റുമോ, അതോ നമുക്ക് സ്ട്രെസ് വന്നാലാണോ, ഹൈപ്പർ ടെൻഷൻ ആണോ, ഏത് രോഗത്തിനാണ് നമ്മൾ കപ്പിംഗ് ചെയ്യേണ്ടത്? കപ്പിംഗ് എന്ന് പറയുന്നത് ഒരു വാക്വം ഇവാക്വേഷൻ ആണ്. അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ സയൻസ് എന്നത് ഒരു വാക്വം ഇവാക്വേഷൻ. എപ്പോഴും ശ്രദ്ധിക്കുക, എല്ലാ രോഗത്തിനും കപ്പിംഗ് പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞാൽ എ ഗുഡ് സർജൻ നോ വെൻ ടു ഡു ദ സർജറി ആൻഡ് എ ബെസ്റ്റ് സർജൻ നോ വെൻ നോട്ട് ടു ഡു ദ സർജറി. ഇതേപോലെ കപ്പിംഗ് എന്ന് പറയുന്നത് എപ്പം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എപ്പം ചെയ്യണം. ഒന്ന്, നമുക്കിപ്പോൾ ഒരു വാദസംബന്ധമായ ബ്ലഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, കുറേ പഴകിയ ഒരു രോഗമുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൽ മറ്റ് മെറ്റബോളിക് ആയിട്ടുള്ള ഡിസോർഡർ കൊണ്ട് വന്ന രോഗമാണെങ്കിൽ അത് ഫുള്ളി കപ്പിംഗ് കൊണ്ട് മാറില്ല. നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലും ലോക്കലൈസ്ഡ് ആയിട്ടൊരു ഇഷ്യൂസ് വന്ന് അവിടെ ഫോർ എക്സാമ്പിൾ സ്റ്റിഫ്നെസ്, ഒരു നെക്ക് സ്റ്റിഫ്നെസ് വന്ന് അല്ലെങ്കിൽ മുട്ട് മടക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു ലോ ബാക്ക് ഏക്ക് വന്ന് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ബ്ലഡുമായിട്ട് യാതൊരു കണക്ഷനില്ല. അതായത് നിങ്ങൾക്ക് റുമാറ്റിസം ഇല്ല, നിങ്ങൾക്ക് ഗൗട്ടില്ല, നിങ്ങൾക്ക് ബ്ലഡുമായിട്ട് കണക്ട് ആയാലും ബ്ലഡിൽ കൂടി വന്ന മാറ്റങ്ങൾ മാത്രമല്ല, ഒരു ലോക്കൽ ഇഷ്യൂസാണ്.
അപ്പോൾ അത്തരം ലോക്കൽ ഇഷ്യൂസിനാണ് കപ്പിംഗ് ഏറ്റവും ബെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് അതിൽ ഹിജാമ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അതിൽ ഒരു സുന്നത്തായി ചെയ്യാനുള്ളൊരു കാരണം പറയുന്നത് വെച്ചാൽ അതിൽ സഹി ഹദീസിൽ പറയുന്നുണ്ട് കപ്പിംഗ് ബ്ലഡ് ലെറ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട് ഇംഗ്ലീഷിൽ. വളരെ ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ അതിന് പെർട്ടിക്കുലർ ടൈം പറയുന്നുണ്ട്. അത് ചന്ദ്രൻ്റെ 15, 17, 19 ഈ 3 മാസങ്ങളിലാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അതിന് ഓൾറെഡി സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് റിസർച്ച് സ്റ്റഡി പേപ്പറുകളൊക്കെ എന്തുകൊണ്ട് ആ ഡേയ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് ബ്ലഡ് എടുത്ത് കഴിയുമ്പോഴാണ് കുറച്ചും നമുക്ക് ബെനിഫിറ്റ് കിട്ടും പല രോഗങ്ങൾക്കും. അപ്പോൾ അതിൻ്റെ ശാസ്ത്ര സപ്പോർട്ട് എന്താണെന്ന് അറിയാം. നമുക്കറിയാം, അതായത് 75% വെള്ളമാണ് ഇത് നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ ഭൂമിയിലുള്ള വെള്ളങ്ങൾ മൊത്തവും പ്രതലത്തിൽ നിന്ന് ഏകദേശം 1 മീറ്ററോളം ഉയരത്തിൽ പൊങ്ങാണ്. ഈ പെർട്ടിക്കുലർ ചന്ദ്രൻ്റെയും ഭൂമിയുടെയും സൂര്യൻ്റെയൊക്കെ പൊസിഷൻ ടൈഡിൻ്റെ സമയത്ത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെയിറ്റും അതിൻ്റെ ഹൈറ്റും ഒക്കെ വെച്ച് ഇതേ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഏകദേശം 75% വാട്ടറാണ്. അപ്പോൾ ആ വാട്ടർ നമ്മുടെ ശരീരത്തിലും, അതായത് ആ പൊസിഷൻ മൂണിൻ്റെ പൊസിഷൻ നമ്മുടെ ശരീരത്തിലും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ ടൈമിൽ ചെയ്താലേ ആ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ആ സമയത്ത് നമ്മളെ ബോഡിയിലുള്ള ഒട്ടുമിക്ക ടോക്സിക് മെറ്റീരിയലുകളും പെരിഫറൽ സർക്കുലേഷനിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ചില പറയും ഈ ഹിജാമ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ചോദിക്കാറുണ്ട് സാധാരണ എപ്പം എങ്ങനെ എത്ര ഫ്രീക്വൻസിയിൽ ചെയ്യാം. സാധാരണ എല്ലാവരും മാസത്തിലൊക്കെ പോയിട്ട് ഹിജാമ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് നമുക്ക് ശരിക്ക് ഒരു 90 ദിവസത്തിൽ ഒരു പ്രാവശ്യം ഹിജാമ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒരു സീസൺ എന്ന് പറഞ്ഞാൽ 90 ഡേയ്സാണ്. നമുക്ക് 4 സീസൺ എന്ന് പറയുമ്പോൾ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ 90 ഡേയ്സ്. ഒരു സീസണിൽ നിന്നും മറ്റൊരു സീസണിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് രോഗങ്ങളൊക്കെ പിടിപെടുക. ഒരു കാലാവസ്ഥ മാറുകയെന്ന് പറയും. അപ്പോൾ ഒരു കാലാവസ്ഥയ്ക്ക് പോകുന്നതിന് മുന്നേ നെക്സ്റ്റ് കാലാവസ്ഥയിലേക്ക് പ്രിപ്പയർഡ് ആവുക. ലൈക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മൾ വാക്സിനേഷനൊക്കെ എടുക്കുന്ന മാതിരി ഒരു വാക്സിനേഷൻ്റെ വേറൊരു രീതിയാണത്. വരാൻ പോകുന്ന കാലത്തിലേക്ക് നമ്മൾ ഇമ്മ്യൂൺഡ് ആവുക. അതിന് ഏറ്റവും ബെസ്റ്റാണ് ഈ ഹിജാമ അല്ലെങ്കിൽ കൊമ്പ് വെക്കൽ എന്ന് പറഞ്ഞ ചികിത്സ. ഞാൻ നേരത്തെ പറഞ്ഞ കപ്പിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ടൈം റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അത് പെയിൻ കില്ലർ, പ്രത്യേകിച്ച് ഓർത്തോപെഡിക് ഇഷ്യൂസിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നോർമൽ കപ്പിംഗ്, ദാറ്റ്സ് ഡ്രൈ കപ്പിംഗ്. അതിൽ ബ്ലഡ് എടുക്കില്ല. ഇല്ല, ബ്ലഡ് എടുക്കുന്നതിനാണ് നമ്മൾ ഹിജാമ എന്ന് പറയും. ബ്ലഡ് എടുക്കുന്നത് ഹിജാമയും മറ്റേത് കപ്പിങ്ങും. അത് ചൈനീസ് ഒക്കെ ചെയ്യാറുണ്ട് കപ്പിംഗ്. ഇപ്പോൾ ഒട്ടുമിക്ക ഇമാറാത്തിൽ എമിറേറ്റ്സിലുള്ള ഒട്ടുമിക്ക ക്ലിനിക്കിലും ആയുർവേദ ഹോമിയോപ്പതി ക്ലിനിക്കിലൊക്കെ പിന്നെ ഹിജാമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ടായിരിക്കാം അത്. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ഡിറ്റോക്സിഫിക്കേഷൻ അതൊക്കെ ഇങ്ങനെ കൂടുതൽ പ്രചരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ അതിന് ഭയങ്കര എഫക്റ്റീവാണ് കപ്പിംഗ്, അതിന് ഭയങ്കര എഫക്റ്റീവാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എത്രത്തോളം അത് വാസ്തവമാണ്? നമ്മൾ പണ്ട് എന്നെപ്പറ്റി സാധാരണ പറയാറുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും ഏത് രോഗം പറയുമ്പോൾ സാർ ഇതെന്താ കാരണം എന്ന് പറയുമ്പോൾ മോഡേൺ മെഡിസിനിൽ അത് വൈറസാണ്, ബാക്ടീരിയയാണ്, ഇൻഫെക്ഷനാണ്, മെറ്റബോളിക് ഒരു റീസൺ പറയും, കാരണങ്ങൾ. അപ്പോൾ നമ്മളടുത്ത് ചോദിക്കുമ്പോൾ ആയുർവേദക്കാർ യുനാനിക്കാർ എപ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് അത് നീരിറക്കാണ്. അത് നമ്മൾ ഉമ്മമാരും വലിയച്ഛനും വലിയമ്മമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കായിരുന്നു, മോളെ ഇത് നീരിറങ്ങും, ഇത് നല്ലതാണ്. ഈ നീരിറക്കം എന്നുള്ളൊരു ഔട്ട്ഡേറ്റഡ് വാക്കായിരുന്നു. ഇപ്പം 1-2 പിന്നെ ഫിലിം സ്റ്റാറുകളും ഹീറോയിനൊക്കെ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി വാക്ക് ഉപയോഗിച്ചതിന് ശേഷം ഈ അടുത്ത കാലത്ത് നമ്മളെ പിന്നെ വിദ്യാബാലൻ എന്തോ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ, അത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ. അപ്പോൾ ആൾക്കാർ അതിനൊക്കെ ഒന്നും കൂടി കേൾക്കാൻ തുടങ്ങി, വളരെ എഫക്റ്റീവാന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ ഇൻഫ്ലമേറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും നീരാണ്. അൺവാണ്ടഡ് നീരുകൾ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒബിസിറ്റി, അൺവാണ്ടഡ് നീര് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പം വൈദ്യഭാഷയിൽ പഴുപ്പിനും മുറിക്കൊക്കെയാണ്. നമ്മൾ സാധാരണ ഇൻഫ്ലെയിംഡ് എന്ന് പറയുന്നത് അവിടെ ചൂടും വേണം, വേദനയും വേണം, റെഡ്നെസ്സും വേണം, സ്വെല്ലിങ്ങും വേണം. ഇത് 4 വരുമ്പോൾ അതിന് ഇൻഫ്ലെയിംഡ് എന്ന് പറയും. ബട്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഇൻഫ്ലമേഷൻ വാട്ടർ റിട്ടൻഷനാണ്. വാട്ടർ റിട്ടൻഷനാണ് തടി കൂടുന്നത്, വാട്ടർ റിട്ടൻഷനാണ് പെയിന് കൂടുന്നത്, വാട്ടർ റിട്ടൻഷനാണ് മെറ്റബോളിക് ഡിസോർഡർ വരുന്നത്, വാട്ടർ റിട്ടൻഷനാണ് ഡയബറ്റിക് വരുന്നത്, വാട്ടർ റിട്ടൻഷൻ കൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ വരുന്നത്. ശരീരത്തിൽ ഒട്ടുമിക്ക രോഗങ്ങളും വരുന്നത് വാട്ടർ റിട്ടൻഷനുണ്ട്. അപ്പോൾ ആ വാട്ടർ റിട്ടൻഷൻ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻറ്റി ഏജിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നു. ഒരു ആൻറ്റി ഓക്സിഡൻ്റ് हो गया, ഒരു ഡീടോക്സിഫൈ हो गया, ക്ലെൻസിങ്, ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുക. പക്ഷേ ബേസിക്കലി ഒരു ഓൾഡ് ടെർമിനോളജി ആയിരുന്നു ഇത് ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനും വളരെ എഫക്റ്റീവാണ് കപ്പിംഗ്. ബേസിക്കലി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പല രോഗങ്ങൾക്കും. ഇപ്പോൾ നമ്മൾ നീർക്കെട്ടുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചിൽ, കിഴിവെക്കൽ, ഇതൊക്കെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് യുനാനിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കപ്പിങ്ങും അതിൻ്റെ കൂടെ മസാജും ചെയ്യാറുണ്ട്. ബട്ട് അതിനെല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ ഒരു ബേസിക് ഫാക്ടർ ഇത് മാത്രം
ഉപയോഗിക്കല്ല, എന്തുകൊണ്ട് ആ ഇഷ്യൂസിലേക്ക് നമ്മൾ എത്തി, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നമ്മൾ എത്തി, അതിനെ കൂടി മാനേജ് ചെയ്യണം. ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുള്ള വാട്ടർ റിട്ടൻഷനാണ്. ബട്ട് അതിൻ്റെ പ്രധാന പാട്ട് എന്താ വെച്ചാൽ എങ്ങനെ ഇത് വരുന്നത് അതാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് ഇഷ്യൂസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, രോഗം വേറെ വിഷമം വേറെ. എന്താണ്? അതെ, രോഗം വേറെ വിഷമം വേറെ. ഇപ്പം നമ്മളൊക്കെ പോയി പറയുന്നത് നമ്മൾ വിഷമങ്ങളാണ്. അപ്പോൾ ഒട്ടുമിക്ക ഡോക്ടേഴ്സും ആ വിഷമങ്ങൾക്ക് മരുന്ന് തരും. വിഷമം തലവേദനയ്ക്ക് വിഷമം, ഉറക്കില്ല അത് വിഷമങ്ങൾ. പക്ഷേ ഈ വിഷമങ്ങളെ പിന്നിലൊരു രോഗം ഉണ്ടാവും. അതാണ് യഥാർത്ഥ ചികിത്സ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നമ്മൾ ഹെക്ടിക് ലൈഫ് സ്റ്റൈൽ നമുക്ക് രോഗം പിന്നെ മാറ്റാം. തൽക്കാലം എൻ്റെ വിഷമങ്ങൾ തീരട്ടെ. ആ ട്രീറ്റ്മെൻറ്റിനാണ് പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇതൊരു കാലത്ത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഉപയോഗിച്ചതായിരുന്നു. കാരണം ക്യാൻസർ രോഗിക്ക് രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ ക്യാൻസർ രോഗിക്ക് ഉറക്കുണ്ടാക്കി കൊടുക്കുക, ശോധന ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഇന്ന് നമ്മൾ ജലദോഷം മുതൽ എല്ലാ രോഗങ്ങൾക്കും എല്ലാ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇത് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, പാലിയേറ്റീവ് കെയർ, സ്വാന്തന ചികിത്സ. എന്താണോ എൻ്റെ വിഷമം രോഗം അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമുക്ക് 2 ബെനിഫിറ്റ് കിട്ടണം. ഒന്ന് അസുഖം മാറണം, 2 ചികിത്സ നിൽക്കണം. എന്ത്? രോഗം മാറണം, പക്ഷേ ചികിത്സ നിൽക്കാറില്ല. അപ്പോൾ 2 ബെനിഫിറ്റ് കിട്ടാത്തോടത്തോളം കാലം അത് ചികിത്സ അല്ല. ഒരാൾ പറയും എൻ്റെ രോഗം മാറിയെന്ന്, അപ്പോൾ ചോദിക്കുന്ന ഒരു പണി ആ ചികിത്സ നിർത്തി കാണിക്കും. അപ്പോൾ രോഗം മാറിയിട്ടില്ല, വിഷമങ്ങളെ മാറിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിഷമങ്ങൾ തീർക്കാനാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. അതെന്തായാലും കാരണം, ഞാനിപ്പോൾ വിഷമങ്ങൾ മാത്രം തീർക്കാതെ രോഗങ്ങളിലേക്ക് കിടക്കുമ്പോൾ ചിലപ്പോൾ ഇറ്റ് ടേക്സ് ടൈം ഇൻ ദ സെൻസ് 1 or 2 months എടുക്കും. കാരണം മൂപ്പരുണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് തീരണമെങ്കിൽ ചിലപ്പോൾ 2-3 മാസം ഞാൻ ചികിത്സിക്കുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഈസ് നോട്ട് ഗുഡ്, ലൈക്ക് റിസൾട്ട് ഇല്ല. അപ്പോൾ രോഗികൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ പേര് ദോഷാതിരിക്കരുത്. രോഗിയുടെ കിഡ്നി പോയാലും തിരക്കുള്ള, ലിവർ പോയാലും തിരക്കുള്ള, അവർക്ക് നല്ല വിഷമങ്ങൾ തീർക്കാനുള്ള മെഡിസിൻ എഴുതി കൊടുക്കുന്ന ഒരു ട്രെൻഡാണ് നമ്മളൊക്കെ കാണുന്നത്. പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ രോഗത്തെ മറക്കുന്ന വിഷമങ്ങളിൽ മാത്രം ചികിത്സിക്കുക. സാറേ നിങ്ങളെ ഫിലോസഫിയൊക്കെ അവിടെ വെക്ക്, നമുക്ക് ഈ പ്രശ്നമുണ്ട്, നാളെ ഡ്യൂട്ടിക്ക് പോകണം, നാളെ ഇൻ്റർവ്യൂ ഉണ്ട്, നാളെ കല്യാണമാണ്, അപ്പോൾ നമ്മൾ അതിലേക്ക് ഒതുങ്ങി കൂടും. യുനാനിയിൽ നമുക്ക് ഒരു പ്രശ്നം വന്നു. ഇപ്പോൾ ഷുഗർ പേഷ്യൻറ്റിന് പല ഇതുണ്ടാകും. നമ്മളിപ്പോൾ സാധാരണ ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഫാസ്റ്റിംഗ് അല്ലാതെയൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കും. അതല്ലെങ്കിൽ പല അസുഖങ്ങൾക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. യുനാനിയിൽ നമുക്ക് അപ്പോൾ എങ്ങനെയാണ് ഒരു അസുഖം കണ്ടുപിടിക്കാൻ പറ്റുക? ഓക്കെ, യുനാനിയിലും ആയുർവേദത്തിലും, ഞാനിപ്പോൾ സംസാരിക്കുന്നത് യുനാനിയെ പറ്റിയാണ്. നമ്മൾ ആയുർവേദത്തിനെ പറ്റി അതിൻ്റെ ആൾക്കാർ സംസാരിക്കും. യുനാനി വൈദ്യശാസ്ത്രത്തിൽ രോഗത്തെ കണ്ടുപിടിക്കുന്ന രീതികൾ പല രീതിയാണ് ഇന്നും. പക്ഷേ നമ്മൾ ഒരു സയൻസ് എന്ന പേരിൽ, സയൻറ്റിഫിക് മാൻ അല്ലെങ്കിൽ സയൻസിനെ ആധാരപ്പെടുത്തി ചികിത്സിക്കുമ്പോൾ അതിന് കുറച്ചും കൂടി അക്സെപ്റ്റൻസ് കൂടുന്നതുകൊണ്ട്, അപ്പോൾ രോഗിയുടെ അനുഭവങ്ങളിൽ രോഗിയുടെ വിഷമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളൊരു സ്വഭാവ ഗുണങ്ങളെ ആസ്പദപ്പെടുത്തിയിട്ടാണ് നമ്മൾ രോഗിക്ക് മെഡിസിൻ കൊടുക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്കത് കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പഴകിയ രോഗങ്ങൾ എപ്പോഴും ബ്ലഡിൽ ESR ലെവൽ കൂടിയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ ഒരു പഴകിയ രോഗങ്ങളുണ്ട്. ഇപ്പോൾ ഗൗട്ട്, യൂറിക് ആസിഡ് കൂടും, എന്തെങ്കിലും ഉഷ്ണവീര്യമുള്ള അസുഖങ്ങൾ കൂടിയിട്ടുണ്ട്. അത് നമ്മുടെ കമ്പാരിറ്റീവ് വാട്ട് ഇസ് ഇറ്റ്, എന്താണ് അതുമായിട്ട് അട്രിബ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനെ വിശകലനം ചെയ്യുന്നത് ഒന്ന് നാഡി പരീക്ഷിക്കുക, അല്ലെങ്കിൽ നാഡി പരിശോധനയിൽ കൂടി കണ്ടെത്താൻ പറ്റും രോഗങ്ങളും രോഗിയുടെ സ്വഭാവം. ഇതിനനുസരിച്ചാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മളൊക്കെ വ്യത്യാസങ്ങൾ വരുന്നത്, നമ്മുടെ ശരീരത്തിൽ വ്യതിയാനങ്ങൾ വരുന്നത് ഫിസിക്സിൽ കൂടിയാണ്. മോഡേൺ മെഡിസിനിൻ്റെ എല്ലാ സംഭവങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് കെമിസ്ട്രി ആധാരപ്പെടുത്തി ഒരു ബയോ കെമിസ്ട്രിയാണ് അവരുടെ സയൻസ്. കാരണം അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാണുന്നതിനെയാണ് നമ്മൾ വിശ്വസിക്കുക, കാണാത്തതിനെ നമ്മൾ വിശ്വസിക്കില്ല. ഫിസിക്സിനെ കാണാൻ പറ്റില്ല, നമുക്ക് അനുഭവിക്കും. ഇപ്പോൾ ഒരു ഫാന് കറങ്ങുന്നുണ്ട്, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഫാൻ കറങ്ങുന്നത് മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിളിൽ ആണ്. അപ്പം നമ്മൾ പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തന്നാലേ നമ്മൾ വിശ്വസിക്കുള്ളൂ. അത് കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ ഫിസിക്കൽ ആ സംഭവം വെച്ച് നമുക്ക് അതിന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാരണം കൊണ്ടാണ് ഇന്നും ഈ ആയുർവേദത്തെ യുനാനിയൊക്കെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ കൂടി ജനങ്ങൾ കാണുന്നത്. അത് നിങ്ങൾ ഒരു സയൻസ് ബേസ്ഡ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി, കെമിസ്ട്രിയുടെ അടിസ്ഥാന തത്വം എന്താണ്? ഫിസിക്സാണ്. ഇത് വലിയ വിവാദത്തിലേക്ക് ഇല്ല, സയൻസാണ്. കെമിസ്ട്രിയെ നിങ്ങൾ സബ് അറ്റോമിക് ലെവൽ ക്വാണ്ടം സയൻസിലേക്ക് അങ്ങ് പോവുകയാണെങ്കിൽ, ഇലക്ട്രോൺ പ്രോട്ടോൺ കഴിഞ്ഞാൽ പിന്നെ അവിടെ എനർജിയാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജികളാണ്. എനർജി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി അല്ല, എനർജി എന്താ? ഫിസിക്സ് ആണ്. അപ്പോൾ
കെമിസ്ട്രിയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. ഇതാണ് യുനാനി വൈദ്യശാസ്ത്രം പറയുന്നത്. കെമിസ്ട്രി അല്ല ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഫിസിക്സ് ആണ്. ആ ഫിസിക്സ് എന്നാണ് സംഭവം. അതായത് എനർജി ലെവൽ എങ്ങനെ മാറ്റം വരുത്താം. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജലദോഷം പിടിച്ച്, അത് നമ്മളെ ഫിസിക്സ് സിദ്ധാന്തം അപ്പോൾ ശരീരത്തിൽ എനർജി ലോ ലെവലിൽ പോയി, ലൈക്ക് കോൾഡ് വേർഡ് തന്നെ പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹോട്ടായിട്ടുള്ള മെഡിസിൻ തരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ട് ആൻഡ് സോർ സൂപ്പ് കഴിക്കും, അല്ലെങ്കിൽ നല്ലൊരു ഒരു ജിഞ്ചർ ടീ, അല്ലെങ്കിൽ ഹോട്ട് കോഫി കഴിക്കും. അവിടെ തന്നെ ഫിസിക്സാണ് സംസാരിക്കുന്നത്. എനിക്ക് കോൾഡ് പിടിച്ച് ഞാനൊരു ഹോട്ട് ദിസ് തിങ് അപ്രോച്ച് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ അതിനെ അഡോപ്റ്റ് ചെയ്ത്, അത് കറക്റ്റ്. അവിടെ ഫിസിക്സ് നമ്മൾ അറിയാതെ സംസാരിക്കുന്നുണ്ട്. ഈ സിസ്റ്റത്തെ ആധാരപ്പെടുത്തിയിട്ടാണ് നമ്മുടെ യുനാനി സിസ്റ്റം ഉള്ളത്. അവിടെ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ പറയാൻ പറ്റില്ല, മോസ്റ്റ് അഡ്വാൻസ്ഡ് സബ് അറ്റോമിക് ലെവലിലേക്ക് ശാസ്ത്രം പോകുമ്പോൾ മോഡേൺ മെഡിസിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസാണ് യുനാനിയും ആയുർവേദ സയൻസും. അപ്പോൾ നമുക്ക് ഓരോ ലെവൽ, വൈബ്രേഷൻ ലെവൽ, ഈ ഡിസീസിൻ്റെ വൈബ്രേഷൻ ലെവൽ എന്താണ്, ഈ രോഗത്തിൻ്റെ ലെവൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ, ഏത് ലെവലിലുള്ള മെഡിസിനാണ് കൊടുക്കേണ്ടത് എന്ന് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ ഇന്നേ വരെ ജീവിച്ചിട്ട് ന്യൂട്ടോണിയൻ പ്രിൻസിപ്പിളാണ്. ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, സബ് അറ്റോമിക് ലെവലിലേക്ക് പോയിട്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ടെലിഫോൺ മുതൽ സുഖ സൗകര്യങ്ങളെയും അടിസ്ഥാന തത്വം കെമിസ്ട്രി അല്ല, ആ ഫിസിക്സാണ്. അതെ, പക്ഷേ ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് ഇത്രയും സൂക്ഷ്മമായിട്ട് രോഗനിർണയം നടത്തി, അതായത് നമ്മളെ വേറെ രീതിയിലേക്ക് കൊണ്ടുവന്ന് ആരോഗ്യകരമായൊരു ജീവിത രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടും ഇപ്പൊ പറയുകയാണെങ്കിൽ ലിമിറ്റഡ് ആണ് അല്ലെ. ഈ ആയുർവേദം പോലെ തന്നെ യുനാനിയും ലിമിറ്റഡ് ആണ്. പല രാജ്യങ്ങളിലും ഇപ്പൊ പ്രചാരത്തിൽ പോലും ഇല്ല. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലാണ് കൂടുതലുള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിങ്ങനെ ഒരു ലോകവ്യാപകമായി ഈ ഒരു ചികിത്സാ രീതി ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ ഒരു കാരണം? ഇത് ഏകദേശം നമുക്കൊക്കെ അറിയാം, ഒരു 200-300 അല്ലെങ്കിൽ 200 വർഷത്തിന് മുമ്പ് ലോകത്ത് നിലനിൽപ്പുണ്ടായിരുന്ന ചികിത്സ ഇതായിരുന്നല്ലോ. പിന്നെയാണ് ഈ മോഡേൺ മെഡിസിൻ വന്നത്. ഈ മോഡേൺ മെഡിസിനിൽ കൂടി, മോഡേൺ മെഡിസിന് പലരും സാധാരണ കുറ്റം പറയാറുണ്ട്, ലൈക്ക് ആയുർവേദക്കാരും യുനാനിക്കാരും മറ്റ് ആൾട്ടർനേറ്റീവ് സിസ്റ്റം എപ്പോഴും മോഡേണിനെ കുറ്റം പറയാറുണ്ട്. അതൊരു ശാസ്ത്രമാണ്, ഏത് മോഡേൺ മെഡിസിൻ. അതിൻ്റേതായ, എല്ലാ ശാസ്ത്രവും അതിൻ്റേതായ ലിമിറ്റേഷനുമുണ്ട്. മോഡേൺ സയൻസ് ബേസിക്കലി മോഡേൺ മെഡിസിനിൽ മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ടുകൾ തീർക്കാനുള്ള ഒരു സിസ്റ്റമാണ്. അതിൽ അനസ്തേഷ്യ ഉണ്ട്, ബെസ്റ്റ് പൊട്ടൻ പെയിൻ കില്ലറുകളുണ്ട്. ഇതൊന്നും മറ്റ് സിസ്റ്റത്തിലില്ല. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സിസ്റ്റം കൂടിയാണ് മോഡേൺ മെഡിസിൻ. അതിനല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് രോഗത്തിൻ്റെ കാരണങ്ങളെ ബേസ് ലെവൽ, അതായത് നമ്മൾ ഫണ്ടമെൻ്റലി എന്താണ് നമ്മുടെ രോഗം എന്ന് കണ്ടെടുത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സിസ്റ്റമാണത്. ഇപ്പം ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞ മാതിരി ജനങ്ങളൊക്കെ പഴയതിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടുകൾക്ക് ഈ രോഗം ചികിത്സിക്കാം എന്ന് പറയുന്നതിന് പകരം അപ്പോൾ ഒരു കാലത്ത് എന്ത് ചെയ്ത് മോഡേൺ മെഡിസിൻ്റെ സഡൻ ആക്ഷനും വളരെ ചീപ്പായിട്ടുള്ള മെഡിസിനുകളും എല്ലാ സ്ഥലങ്ങളിലും അവൈലബിലിറ്റി, എല്ലായിടത്തും മെഡിക്കൽ ഷോപ്പ്, എല്ലായിടത്തും ഡോക്ടേഴ്സ്, ഈ പഥ്യങ്ങളില്ല, അതായത് റെസ്ട്രിക്ഷൻ ഇല്ല. ഈ 3-4 കാരണം കൊണ്ട് എന്ത് ചെയ്ത് ഇത്തരം ചികിത്സാ പദ്ധതികളെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് മോഡേൺ മെഡിസിനിലേക്ക് വന്ന് ഇന്നും ചൈനയിലൊക്കെ മോർ ദാൻ 60-70% അവർ സ്വന്തം മെഡിസിനാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അവർ സർജറിയെ മറ്റുള്ള അഡോപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, അത് വേണ്ട സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്ത് നമ്മൾ ഈ സിസ്റ്റത്തെ ഉപേക്ഷിച്ച് മറ്റു സിസ്റ്റത്തിലേക്ക് പോയി. അതിന് പ്രാധാന്യം. പക്ഷേ എന്നിരുന്നാലും ഇന്ന് പല നാടുകളിലും അവരുടെ സ്വന്തമായ തനത് ചികിത്സകളുണ്ട്. അത് ആയുർവേദം യുനാനി എന്നുള്ള പേരിലല്ല, എല്ലാ നാടുകളിലും അവിടെ സ്വന്തമായിട്ടുള്ള ഒരു ട്രഡീഷണൽ സിസ്റ്റം മെഡിസിൻ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏകദേശം യുനാനി സിസ്റ്റം പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, ഇറാനിലുണ്ട്, എല്ലാ നാടുകളിലും ഈ സിസ്റ്റം ഉണ്ട്. പക്ഷേ അവരുടെ സ്വന്തം പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രവാസികൾക്ക് ഈ യുനാനി എങ്ങനെ, ഇവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം അവൈലബിൾ ആണ്? യുനാനി ഡോക്ടർ ഇവിടെയും ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെ അവൈലബിൾ ആണ്? ഏതൊക്കെ രോഗത്തിന് നമുക്ക് പെട്ടെന്ന് അപ്രോച്ച് ചെയ്ത് ഒരു പരിഹാരം കാണാൻ പറ്റും? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് രോഗത്തെ വരാതെ നോക്കുക എന്നുള്ളതാണല്ലോ. പ്രിവെൻഷൻ ആണല്ലോ ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മാർഗം. നമ്മളൊക്കെ ജീവിക്കുന്നത് മരുഭൂമിയിലാണെങ്കിലും മരുഭൂമിയുടെ കാലാവസ്ഥയായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു യൂറോപ്യൻ ക്ലൈമറ്റിലാണ്. 18 ഡിഗ്രിയിലൊക്കെ ജീവിക്കുന്ന റൂമിൽ വേസിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്, 18-24 ഒക്കെ. അന്തരീക്ഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നവരാണ്. പല രോഗികളും സാർ എനിക്ക് തുമ്മൽ അലർജി ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഫസ്റ്റ് ടൈമാണ് യു.കെയിൽ പോകണം. യെസ്, നിങ്ങൾ അവിടെ മരുന്നുമായിട്ട് പോകും, പക്ഷേ അവിടെ എത്തിയാൽ രോഗം ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ സാർ നിങ്ങൾ പറഞ്ഞ അതേപോലെ നാട്ടിൽ അവിടെ ഇമാറാത്തിൽ എമിറേറ്റ്സിൽ ഇറങ്ങിയോട്ടെ, ദുബൈയിൽ ഇറങ്ങിയോട്ടെ തുമ്മൽ നിന്നിട്ടുണ്ട്. നാട്ടിലിറങ്ങി എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് ആദ്യം തുമ്മലാണ് പതിവ്. ഈ ഈർപ്പാണ് അതിൻ്റെ കാരണം.
കുട്ടികളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റുകൾ. ഈ രോഗങ്ങൾ ആവുന്നതൊക്കെ കുട്ടികൾക്കുണ്ടാകുന്ന രോഗമല്ല വലിയവർക്കുണ്ടാകുന്ന രോഗമല്ല കുട്ടികൾക്കുണ്ടാകും. അപ്പോൾ അത് അവിടെയാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾ സാധാരണയായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഫുഡുകൾ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെറും ജങ്ക് ഫുഡ് തിന്നരുത്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, അത് ഗ്രീൻ വെജിറ്റബിൾ, ഇതൊക്കെ നമ്മൾ കേട്ടും അടുത്ത കാര്യങ്ങളാണ്. ഇതിലാദ്യമായി ശ്രദ്ധിക്കേണ്ടത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഫസ്റ്റ് സാധനം എന്താണ്? വായുവാണ്. നല്ല സാധനം ഒന്നും തിന്നിട്ട് കാര്യമില്ല. ബെസ്റ്റ് ഓക്സിജൻ ലങ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആരോഗ്യമുണ്ട്. ഹെൽത്തി സ്കിന്നിന് ആദ്യം വേണ്ടി ഹെൽത്തി ആയിട്ടുള്ള ഓക്സിജൻ കയറുക. അത് ക്വാളിറ്റി ഓഫ് ഓക്സിജൻ, ക്വാളിറ്റി ഓഫ് യുവർ ബ്രീത്തിങ് ആണ് ഫസ്റ്റ് നമ്മളെ ബ്ലഡിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. നമ്മളൊക്കെ AC റൂമിലാണ് താമസിക്കുന്നത്. വർഷങ്ങളായിട്ട് തുറക്കാത്ത റൂമായിരിക്കും അത്. നമ്മൾ ശ്വസിച്ച് നമ്മൾ നിശ്വാസവും ഉച്ഛ്വാസവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലൈമറ്റിലാണ് നമ്മൾ കുട്ടികളൊക്കെ കടന്നുറങ്ങുന്നത്. ചിലപ്പോൾ റൂമിൽ 4-5 ആൾക്കാരുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്രോസ് വെന്റിലേഷനുള്ള വീട്ടിലായിരിക്കണം താമസിക്കേണ്ടത്. നമ്പർ 1. നമ്പർ 2, നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ രാവിലെ എണീറ്റതിന് ശേഷം ഒരു 9-10 മണിക്ക് നമ്മളെ റൂമുകളൊക്കെ തുറന്നിടുക. ഒരു 1 hour അറ്റ്ലീസ്റ്റ് ഒരു വായു സഞ്ചാരം വരട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ടൊരു 10-12 മണിയായിട്ട് അത് പൂട്ടിക്കളയാം. AC ഒക്കെ ഓഫ് ആയിക്കളയും. നമ്മൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ മാറ്റി, അതായത് റൂമിൻ്റെ ക്ലൈമറ്റ് നമ്മൾ മാറ്റി. ഈ പല രോഗങ്ങളും ഇവിടെയുള്ള പല അലർജിക് മാനിഫെസ്റ്റേഷൻ, ഈ തുമ്മൽ, അലർജി, മൂക്കടപ്പ്, മൂക്കിൽ ദശ വരിക, മൂക്കിൻ്റെ പാലം വളയുക, അസ്തമ, ഇത് എല്ലാം വരുന്നത് ഈ റൂമിൻ്റെ എയറിൻ്റെ ക്വാളിറ്റി കാരണം. അപ്പോൾ അത് ഫസ്റ്റ് മൈൻഡ് ചെയ്യാം. ക്രോസ് വെന്റിലേഷൻ റൂമിൽ കിടന്നുറങ്ങുക. അല്ല ഇപ്പോൾ AC-ൻ്റെ, ഇപ്പോൾ തണുപ്പ് കാലത്ത് നമുക്ക് AC-ൻ്റെ ആവശ്യമില്ല. ചൂട് കാലത്ത് കുറച്ച് നേരം തുറന്നിടുക, പിന്നെ അടച്ചു കളയുക. അതൊരു രണ്ടാമത്തെ സുപ്രധാനമായ സാധനമാണ് ഭക്ഷണം. ഈറ്റ് ആൻഡ് ഡ്രിങ്ക്സ് എന്ന് പറയും നമ്മൾ. ഫുഡും ഭക്ഷണം അതും വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്കറിയാം, നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ സാധനം ഇവിടെ കിട്ടും. നാട്ടിൽ ചിലപ്പോൾ നമുക്ക് കൊത്തൻ ചക്ക എന്ന് പറഞ്ഞ സാധനം കിട്ടാത്ത സമയത്ത് ചിലപ്പോൾ ഇവിടെ കിട്ടിക്കോളും. അപ്പോൾ അവൈലബിലിറ്റി വെച്ച് നോക്കണം, എവറിത്തിങ് നമ്മുടെ പോസിബിളാണ്. അപ്പോൾ എന്ത് നമ്മൾ കഴിക്കണം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഫുഡിലും ഇതേപോലെ കുട്ടികൾക്ക് കഴിയുന്നത് ഫ്രൂട്ട്സ് അധികം കൊടുക്കരുത്. ഫ്രൂട്ട്സ് നമ്മൾ വലിയ സാധനമായിട്ട് കാണുന്നതാണ്. ഫ്രൂട്ട്സ് ബേസിക്കലി കുട്ടികൾക്ക് അത്ര കറക്റ്റ് അല്ല. കാരണം ഫ്രൂട്ട്സിൽ ജലാംശം കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് അലർജിയുള്ള കുട്ടികൾക്ക്. ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് കുട്ടികൾക്ക് നീന്ത്രപ്പഴം, കാരണം ചൂടാണ് എൻ്റെ സ്വഭാവം, നേരത്തെ ഫിസിക്സ് ഞാൻ പറയുന്നത്. പപ്പായ, ആപ്പിൾ, ഈ 3 സാധനങ്ങൾ കുട്ടികൾക്ക് നമുക്ക് എപ്പോഴും കൊടുക്കാം. ഈ തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ഈ സീസണിൽ ഓറഞ്ച്, മുസമ്പി, ലെമൺ, ഇതൊക്കെ സിട്രസ് ഫ്രൂട്ട്സാണ്. ഇത് ബോഡി കൂളൻ്റാണ്. എങ്ങനെ ഞാൻ ഫിസിക്സ് ആയിട്ട് സംസാരിക്കുന്ന കെമിസ്ട്രി അല്ല. അപ്പോൾ കുട്ടികൾക്ക് കഫമുള്ള കുട്ടികൾക്ക് അസ്തമ കൂടും. നമ്മൾ രാവിലെ ജ്യൂസ് കൊടുക്കുന്നതാണ്, ഇംഗ്ലീഷുകാർ ജ്യൂസാണല്ലോ കുടിക്കുക. അപ്പോൾ നമ്മൾ കുട്ടിക്ക് ജ്യൂസ് കലക്കി കൊടുക്കും, ഹെൽത്തി ഡ്രിങ്ക് നൽകി. പക്ഷേ ആ കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം സ്കൂളിൽ പോയി തുമ്മുന്നത് ആ ജ്യൂസ് കൊണ്ടായിരിക്കും. നമ്മൾ വൈറ്റമിൻ C എൻഹാൻസ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഫിസിക്സാണ് സംസാരിക്കുന്നത്. അവിടെ ഫിസിക്സ് അല്ല, കെമിസ്ട്രി അല്ല, ഇവിടെ ഫിസിക്സ് ആണ് നോക്കുന്നത്. അതുപോലെ കക്കിരി വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ഇപ്പോൾ കക്കിരിയൊക്കെ സാധാരണ ഇപ്പം ഒരു ഫ്രൂട്ട്സിൻ്റെ ഗണത്തിൽ പെട്ട് കഴിഞ്ഞ് അതിന് കുറച്ച് പ്രൊമോഷൻ ആയി പോയിട്ടുണ്ട്. ഇതിന് കക്കിരി ഇപ്പോൾ വക്കൽ ഫ്രൂട്ട്സും കടയിലാണ്. കക്കിരി തണുത്ത ഒരു സാധനമാണ്, ചൂട് കാലത്ത് വളരെ എഫക്റ്റീവാണ്. കുക്കുംബർ, ഖയാർ, കുക്കുംബർ സാധാരണ, കക്കിരി വളരെ തണുത്ത, ചൂട് കാലത്ത് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അത് ഈ സീസണിൽ കഴിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. പിന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കണ്ട ഒരു സാധനമാണ് തൈര്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്ത് ചോറും കൂട്ടി തിന്നൊരു സാധനം തൈര് വളരെയധികം തണുത്ത ഒരു സാധനമാണ്. കോൾഡ് ഒരിക്കലും വിട്ടുമാറില്ല. അത് ഉഷ്ണകാലത്ത് കാലാവസ്ഥ മാറുന്ന സമയത്ത് ഉപയോഗിക്കും, ഈ സമയത്ത് തീരെ പറ്റാത്തതാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കഴിയുന്നതും കുറയ്ക്കുക. കുട്ടികൾ ഗ്രോയിങ് ഏജിലാണ്. നമ്മൾ യുനാനി ഭാഷയിൽ ഷിന്ന നമു എന്ന് പറയും. നമു എന്ന് പറഞ്ഞാൽ ഗ്രോത്ത്. വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് ആവശ്യം പ്രോട്ടീനാണ്. റിച്ച് പ്രോട്ടീൻ ഡയറ്റ്സ് കൊടുക്കുക. അതിൽ കൊളസ്ട്രോൾ എന്നുള്ള പേടിയൊക്കെയാണ് സാധാരണ ഇപ്പോഴത്തെ കുട്ടികൾ പാരൻസിനൊക്കെ ഉണ്ട്. അതിൽ സ്റ്റാർച്ച് കുറക്കുക, മാക്സിമം പ്രോട്ടീൻ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഫുഡ്. ചെറുപ്പക്കാർ, അതായത് നമ്മൾ പറയുന്ന ഷിന്ന ഷബാബ്, യൗവനം, ഇൻഗുലാബിൻ്റെ ഒരു വയസ്സാണല്ലോ. ഭയങ്കര ചൂടും ഭയങ്കര വിപ്ലവമായിട്ടുള്ള സ്വഭാവമാണ്. ഫിസിക്സ് അതാണ്, വിപ്ലവത്തിൻ്റെ ഫിസിക്സ്. അപ്പോൾ അവർക്ക് എപ്പോഴും കൂളൻറ്റുകളും നല്ല സൂത്തിങ് റെഫ്രിജറൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇവർക്ക് നല്ലതാണ്. പിന്നെ ഇവരിൽ സാധാരണ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ കോമൺ ആയിട്ട് സ്കിൻ ഡിസീസുകൾ, പിമ്പിൾസ്, ഇങ്ങനത്തെ കോമൺ ഡിസീസുകൾ, ടാൻഡ്രഫ്, മുടി കൊഴിച്ചിലൊക്കെയാണ്. ഇതൊക്കെ ഒരുപാട് ഫാക്ടറുകളാണ്. നമുക്കൊരു മുടി കൊഴിയുമ്പോൾ നമുക്കൊരു ധാരണ, നമ്മളൊരു എണ്ണ വാരി തേച്ച് നമ്മൾ മുടി കൊഴിയുന്നു. ശരിക്കും ജീവിതശൈലി മാറ്റുക എന്നുള്ളതാണ് യുനാനിയിലെ പ്രധാന. അപ്പോൾ നമുക്കിനി ഇതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞു. ചിലവ്, മറ്റ് ഇതിനിപ്പോൾ ആയുർവേദത്തിനെയോ അലോപ്പതിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ ചിലവ് എങ്ങനെയാണ്? കുറവാണോ അതോ? രോഗചികിത്സ ചിലവേറിയിട്ടില്ല. ഇന്ന് രോഗം കണ്ടെത്താനുള്ള മാർഗങ്ങൾ ചികിത്സ ചിലവേറിക്കൊണ്ടിരിക്കുകയാണ്.
കാരണം തലവേദനയ്ക്ക് വരെ നമ്മൾ MRI എടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഡോക്ടറെ എടുപ്പിച്ചിട്ടില്ലെങ്കിൽ രോഗി എടുപ്പിക്കും. സാറേ ഒരു MRI എടുത്ത് നോക്കണമെന്ന് ചോദിക്കും. ഈ കാരണം കൊണ്ടാണ് ചികിത്സക്ക് ചിലവ് കൂടിയത്. ഞാൻ തമാശ പറയാറുണ്ട് സാധാരണ. ചിലപ്പം ചില ആൾക്കാർ MRI എടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കും ഇതിൻ്റെ ക്യാഷ് ആരാ കൊടുത്തെന്ന് ചോദിക്കും. സാർ ഞാനാണ്. അപ്പോൾ ഞാൻ പറയും ഇതിൻ്റെ ക്യാഷ് നിങ്ങളല്ലല്ലോ കൊടുക്കേണ്ടി. ഡോക്ടർക്ക് രോഗം മനസ്സിലാഞ്ഞിട്ട് MRI എടുപ്പിച്ച് ആ മനസ്സിലാകാത്തത് ആരെ തകരാറാ? ഡോക്ടറേതാണോ രോഗിൻ്റെതാണോ? ആൻഡ് വൈ ഷുഡ് പേഷ്യൻറ്റ് പേ? ഡോക്ടർ പറയേണ്ടത് എനിക്ക് രോഗം മനസ്സിലാകുന്നില്ല, ഞാനൊരു ഇൻവെസ്റ്റിഗേഷന് പറഞ്ഞു വിടുകയാണ്, അതിൻ്റെ ചിലവ് ഞാൻ കൊടുക്കും, കാരണം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് നീ പേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ശരിക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ ചിലവുകൾ ശരിക്കും വഹിക്കേണ്ടത് ആരാണ്? ഡോക്ടറാണ്. രോഗം കണ്ടെത്താനുള്ള നൂതന മാർഗങ്ങൾ ഇപ്പം പെറ്റ് സ്കാൻ വരെ എത്തിക്കഴിഞ്ഞു 20-25,000. അപ്പം നമ്മൾ നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും നമ്മുടെ ചിലവ് കൂടാനുള്ള പ്രധാന കാരണം ചികിത്സയിൽ വന്ന ചിലവല്ല, രോഗത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ. എന്ത് രോഗത്തെ, ഇവൺ ഒരു പനി വരെ പിടിച്ചു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് മുമ്പ് എന്താണ് ആ രോഗത്തിൻ്റെ പിന്നിൽ ഏത് വൈറസാണോ ഏത് ബാക്ടീരിയയാണോ കണ്ടെത്താനുള്ള ആ കാരണം കൊണ്ടാണ് ചിലവ്. അല്ലാതെ ചികിത്സക്ക് ചിലവേറിയിട്ടില്ല. ഇന്നും ആ ഒരു ചികിത്സ വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ ചിലവില്ലാത്ത ചികിത്സയിലാക്കിയിട്ട് യുനാനി ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിലേക്ക് മാത്രമായിട്ട് ഈ ചികിത്സ ചുരുങ്ങി പോകുന്നുണ്ടെന്ന് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ട്. ഉണ്ട്. ഇത് എനിക്ക് മാത്രമല്ല, ഇത് സ്ഥിരമായിട്ട് പല ഇൻ്റർവ്യൂകളിൽ പല സ്ഥലങ്ങളിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് സാധാരണ ഉണ്ടാകുക. ഇത് ഏതോ ഉസ്താദന്മാർ ചികിത്സയാണോ, അല്ലെങ്കിൽ ഇത് പണ്ട് എന്നോട് മന്ത്രവാദം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരു കാലത്ത്. യുനാനിൽ മന്ത്രവാദവും ചികിത്സയും. അപ്പം ഇത് ഒരു യഥാർത്ഥത്തിൽ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ്. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഉറവിടം യവന സംസ്കാരമാണ്, ഗ്രീക്കാണ്. ഇതിൻ്റെ ശരിക്കും മറ്റേ നമ്മുടെ MBBS അത് ഹിപ്പോക്രാറ്റസിന്റെ നമ്മൾ പറയുന്നത് നമ്മളെ പിതാവ് ഹിപ്പോക്രാറ്റ്സ് ആണ് ശരിക്ക്. ഈ ഗ്രീക്ക് ബുക്കുകൾ ഒരു കാലഘട്ടത്തിൽ ഗ്രീക്കിൽ മാത്രം ഇരുന്ന്, പിന്നീട് ഏകദേശം 9-ാം നൂറ്റാണ്ട് 10-9 നൂറ്റാണ്ടുകൾ കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു കാലമുണ്ട് ഈ മിഡിൽ ഈസ്റ്റിൽ. അറബികൾ വളരെയധികം സയൻസിന് പിന്നാലെ ഓടിയിരുന്നു. ഈ കാലത്ത് പല ഗ്രീക്ക് ഗ്രന്ഥങ്ങളെയും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അറബിയിൽ നിന്ന് അതിനെ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പേർഷ്യൻ ലാംഗ്വേജ് അതിൽ ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ കാണുമ്പോൾ അതിൻ്റെ ലിപികളൊക്കെ അറബിക്കാണ്. അപ്പോൾ ഇതിനെല്ലാം ഇന്നത്തെ ഒട്ടുമിക്ക ആധികാരിക ഗ്രന്ഥങ്ങളും ഉള്ളത് അറബി, പേർഷ്യൻ ലാംഗ്വേജുകളില്ല, ഉറുദുലും. ഈ 3 ലാംഗ്വേജില്ല. ഇംഗ്ലീഷിൽ വളരെ തുച്ഛമായ ലിറ്ററേച്ചറുകളും ബുക്കുകളും കിട്ടുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് പൊതുവെ ജനങ്ങൾ ഇത് അറിയപ്പെടുന്നത് ഇതൊരു അറബിക് ലാംഗ്വേജ് റിലേറ്റഡ് ആണെന്ന്. ഇത് കംപ്ലീറ്റ്ലി ഗ്രീക്കാണ്. അറബികളാണ് ഇതിനെ ലോകത്തൊക്കെ പ്രചരിപ്പിച്ചത്. അത് പല ഇപ്പം അൽജിബ്ര മുതൽ പല ശാസ്ത്രങ്ങളും അറബികളിൽ കൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അടിസ്ഥാന തത്വം ഗ്രീക്കാണ്. ഒരു ഗ്രീക്ക് മെഡിസിനാണ് ബേസിക്കലി. പിന്നെ അതുപോലെ നമ്മൾ പലപ്പോഴും യുനാനി ചികിത്സ, പല ആയുർവേദ മർമ്മ ചികിത്സ, ഇതൊക്കെ പാരമ്പര്യ വൈദ്യത്തിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. ഇപ്പോൾ കൂടുതൽ ഹോസ്പിറ്റൽസും റിസർച്ച് സെന്റേഴ്സ് ഒക്കെ കോഴിക്കോട് സാറിന്റെ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ, ഇനി വരുന്ന തലമുറയ്ക്ക് ഇത് ശരിക്കും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ? നമുക്ക് പല രീതിയിലുള്ള ചികിത്സാ രീതികൾ ആവശ്യം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ വരും തലമുറയോട് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇതിൽ പോകുന്ന സമയത്ത് പലരും മടിക്കാനും ഒരു ചാൻസ് ഉണ്ട്, ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഇത് സക്സസ് ആവും എൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത്. അപ്പോൾ ഡോക്ടറുടെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് ഇന്ത്യയിൽ മൊത്തം എത്രത്തോളം ഇതിന് പ്രചാരമുണ്ട്, അതിൻ്റെ സാധ്യതകളെ പറ്റി കൂടി ഒന്ന് പറയാം. ഇതിൽ ഇന്ന് ഇന്ത്യയിൽ നല്ല വേൾഡ് വൈഡ് നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻ വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരുപാട് സാധ്യതകൾ പല മേഖലകളിലും, വെറും ചികിത്സയല്ല, ഹെർബൽ പ്രൊഡക്റ്റുകളാകട്ടെ, ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആവട്ടെ, ഹെർബൽ ബേസ്ഡ് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളാകട്ടെ, ഇതൊക്കെ ഇതുമായിട്ട് കണക്റ്റഡാണ്. അപ്പം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വളരെയധികം സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ സിസ്റ്റം. അപ്പോൾ ഇതിൽ ഇന്ത്യയിലിപ്പം ഓൾമോസ്റ്റ് ആയുഷ് സിസ്റ്റം ഓഫ് മെഡിസിൻ ഇന്ത്യൻ ഗവൺമെൻറ് വളരെയധികം പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് അത്ര ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ആയുഷ് സിസ്റ്റം ഓഫ് മെഡിസിൻ വളരെയധികം ഇമ്പോർട്ടൻസ്. ഇപ്പം ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരെ ഗവൺമെൻറ് യുനാനി ഡിസ്പെൻസറികൾ തുടങ്ങി. കേരളത്തിൽ തന്നെ ഒരുപാട് ക്ലിനിക്കുകൾ, ഗവൺമെൻറ് ക്ലിനിക്കുകൾ തുടങ്ങി. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് നീറ്റ് പാസ്സായതിനു ശേഷം, ഇപ്പോൾ കേരളത്തിലെ ഒറ്റ മെഡിക്കൽ കോളേജുകളിലും മറ്റതൊക്കെ അന്യ സംസ്ഥാനത്താണ്. ഇപ്പോൾ നീറ്റിൽ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ വളരെയധികം സാധ്യതകളുണ്ട്. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 55ഓളം മെഡിക്കൽ കോളേജ് ഇന്ത്യയിലുണ്ട്. PG ചെയ്യാനൊക്കെ വളരെ PhD, ഈവൻ PhDയും ഇപ്പം പല കോളേജുകളിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു.
പ്രത്യേകിച്ച് വളരെയധികം സാധ്യതകളുള്ള ഒരു വൈദ്യ മേഖലയാണ് BUMS അല്ലേ? BUMS, ബാച്ചുലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സയൻസ്. അപ്പോൾ ഇത് ഇതിൻ്റെ MD PhD ഒക്കെ ഇന്ന് നമ്മളൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകയിൽ 5 യുനാനി മെഡിക്കൽ കോളേജ് ഉണ്ട്, ആന്ധ്രയിൽ 10ഓളം യുനാനി മെഡിക്കൽ കോളേജ് ഉണ്ട്, മഹാരാഷ്ട്രയിൽ 15 മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ അത് വളരെ ഇന്നത്തെ കാലത്ത് വളരെ ആക്സെപ്റ്റബിലിറ്റി കൂടുതലാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് യുനാനി ദേശീയ ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ട് വരെയുണ്ട്. അപ്പോൾ നമുക്കറിയാം യോഗ എത്രത്തോളം ഇപ്പോൾ ലോകം മുഴുവൻ സ്വീകരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ യുനാനിയും യുനാനി ഡേ ഈ ഫെബ്രുവരിയിൽ ആഘോഷിക്കാൻ പോകണം. ഹക്കീം അജ്മൽ ഖാൻ ഡേ. എല്ലാ സംസ്ഥാന ഗവൺമെന്റ് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു യുനാനിയും അതുപോലെ ലോകം മുഴുവനും അറിയട്ടെ, കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരട്ടെ. അപ്പോൾ എന്തായാലും ഇതിന്റെ സാധ്യതകളെ കുറിച്ചും കൂടുതലൊക്കെ നമുക്ക് അറിയാൻ പറ്റി. ഇത്രയും നേരം നമ്മോടൊപ്പം സംസാരിച്ച സാറിന് ഡോക്ടർ അജ്മൽ വളരെയധികം താങ്ക് യു.